നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹി വിമാനത്താവളത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ കനത്ത മഴയിൽ ടെർമിനൽ 1 ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുകയാണ്. ഈ ടെർമിനൽ 1 മേൽക്കൂരയുടെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വീണ ഒരാൾ മരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഈ റിപ്പോർട്ട് ഡൽഹിയിലെ ഈ വാർത്ത കേരളത്തിലേക്ക് എത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. അതിനുശേഷം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനായാണ് തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിയത്. കാരണഭൂതം കാലുകുത്തി അപ്പോൾ തന്നെ വിമാനത്താവളം തകർന്നു തുടങ്ങി എന്നടക്കമുള്ള ട്രോളുകളും ഇപ്പോൾ വരികയാണ്. ദുരന്തം എവിടെ ചെന്നാലും ദുരന്തമാണല്ലോ ദൈവമേ എന്ന് ചോദിക്കുന്നവരും കുറവല്ല. എന്തായാലും ഡൽഹിയിൽ വലിയ രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. ശക്തമായ മഴ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന കാർ ഇന്ന് ഗതാഗത കുരുക്കിൽപ്പെടുകയുണ്ടായി. ഡൽഹിയിലെ ഗതാഗത കുരുക്കിലാണ് ഇന്ന് പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ കാർ പെട്ടുപോയത്. കാലാവസ്ഥാ വ്യതിയാനമായതിനാൽ തന്നെ ട്രാഫിക്, അതായത് ഡൽഹിയിലെ ഒരു തിരക്ക് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ പതിവിലും വിപരീതമായി തന്നെ അതിശക്തമായ തിരക്കായിരുന്നു ഡൽഹിയിലെ നിരത്തുകളിലൊക്കെ തന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാഫിക്കിൽ, ഈ ഒരു തിരക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറ് അകപ്പെട്ടു പോയി എന്നടക്കമുള്ള വാർത്തയും വരുന്നുണ്ട്. എന്തായാലും ഡൽഹിയിൽ നിന്നും വരുന്ന മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ, ഈ വിമാനത്താവളത്തിലെ ടെർമിനലിലെ മേൽക്കൂര തകർന്നാണ് ഒരാൾ മരിച്ചിരിക്കുന്നത്. മേൽക്കൂരയുടെ ഒരു ഭാഗം ടാക്സികൾ ഉൾപ്പെടെയുള്ള കാറുകൾക്ക് മുകളിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആളാണ് മരിച്ചതെന്നാണ് പോലീസ് അറിയിച്ചത്. അപകടത്തെ തുടർന്ന് ടെർമിനൽ 2, 3 എന്നിവിടങ്ങളിലേക്ക് യാത്രക്കാരെ കൊണ്ടുമാറ്റിയിട്ടുണ്ട്. ടെർമിനൽ 1 നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. T1 പുറപ്പെടുന്ന ഗതാഗത CISF ചെക്ക് പോസ്റ്റിൽ നിന്ന് T1 അറൈവൽ ഭാഗത്തേക്ക് തിരിച്ചുവിട്ടതായും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. വിമാനത്താവളത്തിലെ റൂഫ് ഷീറ്റ് കൂടാതെ സ്പോട്ട് ബീമുകളും തകർന്നു വീഴുകയായിരുന്നു. ടെർമിനലിന്റെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും അധികൃതർ അറിയിച്ചു. പരിക്കേറ്റവരിൽ ഒരാളെ ഇരുമ്പ് ബീം വീണ് കാറിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത്. അതേസമയം ടെർമിനൽ 1 താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സുരക്ഷാ നടപടി എന്ന നിലയിൽ ചെക്ക് ഇൻ കൗണ്ടർ അടച്ചുപൂട്ടിയതായും എന്തെങ്കിലും അസൗകര്യം ഉണ്ടായതിൽ ഖേദിക്കുന്നുവെന്നും സിവിൽ ഏവിയേഷൻ മന്ത്രി കെ രാംമോഹൻ നായിഡു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഈ ടെർമിനൽ 1 ഭാഗികമായി അടച്ചിടുകയാണെന്നും വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോഴാണ് കേരളത്തിലെ സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ ട്രോള് മഴ ഉണ്ടാകുന്നത്. ഈ കാരണഭൂതൻ കാലുകുത്തി തന്നെയാണ് എല്ലാത്തിനും കാരണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇത്രയും ദിവസം അവിടെ കടുത്ത ചൂടായിരുന്നു, ഇപ്പോൾ മഴ പെയ്യുന്നു. എവിടെ ചെന്നാലും ഇത് തന്നെയാണ് പ്രശ്നം. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ശക്തമായ മഴയായിരുന്നു. മുഖ്യമന്ത്രി ഒന്ന് മാറിയതും ഇവിടുത്തെ മഴ മാറി ഡൽഹിയിലെ മഴയായിരിക്കുന്നു അടക്കമുള്ള കാര്യങ്ങൾ പറയുകയാണ്. എന്തായാലും സൈബർ ഇടത്തിൽ ഈ ഒരു വാർത്ത വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടേയിരിക്കുകയാണ്.